ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അങ്ങനെ നമ്മുടെ ഭൂമി അതുപോലെ അച്യുതനും നമ്മുടെ അംബികയൊക്കെ നാട്ടിലോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം മാറ്റി. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അച്യുതൻ ആ തീരുമാനം മാറ്റാൻ കാരണം അച്യുതൻ്റെ അസുഖത്തെക്കുറിച്ച് ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ അവർ പിറ്റേ ദിവസം നല്ലൊരു അടിപൊളി ഒരു ഫംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്യുതൻ്റെ ഇഷ്ടാനുസരിച്ചാണ്. അച്ഛൻ്റെ എന്താഗ്രഹത്തിനും തനിക്ക് മറുവാക്കില്ല, അത് അപ്പം തന്നെ പറയുന്നതിനും ഭംഗിയായിട്ട് നടത്താൻ കാത്തിരിക്കുന്നൊരു മകളാണ് നമ്മുടെ ഭൂമി. അങ്ങനെ ഭൂമി അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയാണ്. അതായത് ആരെയൊക്കെ ക്ഷണിക്കണം, അങ്ങനെ ലിസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പം അച്യുതൻ്റെ നിർദ്ദേശപ്രകാരം സൗഭാഗ്യപുരത്തെ എല്ലാവരെയും വിളിക്കണം, മുത്തശ്ശിയും അവിടെയുള്ള എല്ലാവരെയും. പക്ഷേ സത്യത സാറ് എക്സ്പെഷ്യലി വരണം എന്നുള്ളതാണ് നമ്മുടെ അച്യുതൻ ഭൂമിയോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം. അങ്ങനെ അതനുസരിച്ചിട്ട് ഭൂമി കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചായക്കടയിൽ ഭൂമിയുടെ കടയിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഇക്കാക്ക് മറ്റേ ആ ഒരു ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയും പിന്നെ അവിടെയുള്ള ഏതൊരു 1-2 കസ്റ്റമറൊക്കെ കോഫി ലക്ഷ്മി എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ ആ ഒരു സെറ്റപ്പ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ലക്ഷ്മി പറഞ്ഞു ഞാൻ എന്നാൽ വേറെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഭൂമി ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. അതെ, ലക്ഷ്മി അപ്പോൾ പറഞ്ഞു ഞാൻ കോഫി കൊടുത്തിട്ട് അവർക്കൊന്നും പറ്റുന്നില്ല, എന്താണെന്നറിയില്ല, എന്നാൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഭൂമി പെട്ടെന്ന് എന്നെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി മാറി നിൽക്കുകയാണ്. ആ സമയം എടുത്തു കൊടുത്ത് എല്ലാം അടിപൊളി കോഫി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എന്താണെന്നറിയില്ല, ഞാൻ എടുത്ത് കൊടുക്കുന്നതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല എന്നാണ് പറയണത്, ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഭൂമി പറഞ്ഞു അതെ, ഇന്നലെ വരെ ആരാ ഇവിടെ കോഫിയും ചായയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്, ഇന്നെന്താ പ്രത്യേകത, ഞാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സങ്കടമാണോ എന്നൊക്കെ ചോദിച്ചു. ആയിരിക്കും മോളെ, മനസ്സങ്ങോട്ടൊരു ഇതാവണില്ല. എന്നാലേ ഇനി നാളെ മുതൽ പലഹാരങ്ങളും ചായയൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കണേന്ന് പറയും. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, അതേ ലക്ഷ്മി ചേച്ചി, ഞങ്ങളെ നാട്ടിൽ പോണ കേസ് വേണ്ടാന്ന് വെച്ചു, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നൊക്കെ പറയും ഭൂമി. അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ് ലക്ഷ്മിക്ക്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SIയുടെ അടുത്തും ബാക്കി സാബുജൻ്റെ അടുത്തും ഒക്കെ എല്ലാവരുടെ അടുത്തും കോൺസ്റ്റബിൾമാരുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ നാട്ടിൽ പോകുന്ന കേസ് വേണ്ടാന്ന് വെച്ചെന്ന്. എന്നിട്ട് അജയ്യുടെ അടുത്തും ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ സാറിന് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ പറയാം സന്തോഷം എന്താണാവോ, അത് ഞാൻ നാട്ടിൽ പോകുന്നില്ല. അപ്പോഴേക്കും അജയ് അതെന്താ, അപ്പോൾ പറയാം അതെന്താ സങ്കടമായോ, ഓ അപ്പം ഞാൻ കാരണം സാറിന് സങ്കടമായി, വീണ്ടും ആയിക്കോട്ടെ എന്തായാലും നാട്ടിൽ പോക്ക് വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ പോലീസുകാരെയും CAയും SIയും അജയ് ഉൾപ്പെടെ എല്ലാവരും ഭൂമി നാളത്തെ ഫംഗ്ഷന് വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി വെക്കുന്നുണ്ട്, സാറ് വരുമോ എന്ന് അജയുടെ അടുത്ത് ചോദിക്കുകയാണ്. നോക്കട്ടെ എപ്പോഴാണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ SI പറയുന്നുണ്ട് വേറെ കേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വരാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കടയിൽ വരുന്ന സ്ഥിരം കസ്റ്റമറും ഭൂമിയുടെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഒട്ടുമുക്കാൽ ആൾക്കാരെയും ഒക്കെ എന്ന് വെച്ചാൽ അതൊരു കുടുംബം പോലെ ഒരു ഫാമിലി പോലെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ അവരെല്ലാ പേരും ഒരുമിച്ച് ഭൂമി ക്ഷണിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരെയും ക്ഷണിച്ച് നാളത്തെ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്യുതനും അംബികയും വീട്ടിൽ ഇരുന്ന് ഭയങ്കര സങ്കടത്തിലാണ്. കാരണം നാളെ മുതൽ അവരുടെ കൂടെ ഭൂമി ഇല്ല എന്നുള്ളത് അച്യുതൻ അംബികയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷേ അംബികയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. അച്ചുവേട്ടന് പറ്റുമോ, അച്ചുവേട്ടന് ആ ചടങ്ങിൽ അങ്ങനെ അവരൊക്കെ വരുമ്പോൾ സ്വന്തം മകളാണ് സത്യത അല്ല, അതായത് അച്യുതൻ്റെ മകളല്ല എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനെ ഏൽപ്പിക്കാൻ അച്ചുവേട്ടന് പറ്റുമോ എന്നുള്ളത് അംബിക ചോദിക്കുന്നു. പറ്റണം അംബികയെ, അതിനൊരു മാറ്റവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെപ്പോലെ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച കുട്ടി ഒരു അടുക്കളയിൽ കിടന്ന് കഴിയേണ്ടവളല്ല. അവൾക്ക് ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ അവളോട് ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണ്, അതൊരിക്കലും പാടില്ല, നമ്മളത് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാൻ നോക്കാം അംബികയെന്ന് പറഞ്ഞ് അച്യുതൻ പറയുന്നു. അച്യുതൻ്റെ ചങ്ക് പൊട്ടിയാണ് അച്യുതൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം 10-20 വയസ്സോളം ഒരു മോളെ വളർത്തിയിട്ട് ഇനി ഒരു അച്ഛന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട് മോൾ
മോള് വലിയ വീട്ടിലാണെന്നല്ലേ അച്ചുവേട്ടൻ പറഞ്ഞത്, അപ്പോൾ അച്ചുവേട്ടൻ്റെ ഓപ്പറേഷനൊക്കെ പൈസ ഭൂമി തരുമായിരിക്കുമല്ലേ നമുക്ക് എന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണോ നീ ഇപ്പോൾ ചിന്തിക്കുന്നത്? നീ ഒരു കാലത്ത് നീ സങ്കടപ്പെടേണ്ട, ഭൂമി നമ്മളെ വിട്ടേച്ച് പോകുമെന്ന്. അവൾക്കിപ്പോൾ അവളുടെ അച്ഛനെ കാണിച്ചു കൊടുത്താലും നമ്മളും അവളുടെ അച്ഛനും അമ്മയായിട്ട് തന്നെ ഉണ്ടാകും എന്നൊക്കെ അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്യുതൻ ഒരു കാര്യം പറയുന്നുണ്ട്, നാളെ നമുക്കൊരു പ്രോഗ്രാം വെക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ അംബിക ആയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു നാടകം ഉണ്ടായിരുന്നു, ശീലാവതി എന്ന് പറഞ്ഞിട്ടൊരു നാടകം. ആ നാടകത്തിലാണ് അച്യുതന് ഭയങ്കരമായിട്ട് അംബികയെ ഇഷ്ടപ്പെടുകയും അവരുടെ പ്രണയം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരിയലിൻ്റെ ക്ലൈമാക്സ് നമുക്ക് നാളത്തെ ആ ഫംഗ്ഷന് നമുക്ക് അതൊന്ന് അവതരിപ്പിക്കണമെന്ന് പറയും. അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ അച്ചുവേട്ടാന്ന് അംബിക ചോദിക്കും. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട് അംബികയുടെ അടുത്ത്, നമുക്കത് വേണം, അത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും അതൊക്കെ നീ ഒന്ന് ഓർത്തെടുത്ത് ചെകഞ്ഞെടുത്തൊക്കെ ഒന്ന് എഴുത്. നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഡയലോഗും കാര്യങ്ങളൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടെ അതിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അച്യുതൻ വീട്ടിലിങ്ങനെ കതവടച്ച് കിടക്കുന്ന വീട്ടിൽ മദ്യപിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് അതിൽ വരുന്ന ആ ശീലാവതി എന്ന് പറയുന്ന നാടകത്തിൽ ഭർത്താവ് കുടിച്ച് ഒരു കരൾ രോഗി ആവുകയും ഭാര്യയുടെ കരൾ ഭർത്താവിന് കുറച്ച് കൊടുത്ത് ഓപ്പറേഷൻ ചെയ്ത് പലരുടെ സഹായം കൊണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയാക്കി എടുക്കും. എന്നിട്ടും ഭർത്താവ് പോയി വീണ്ടും കുടിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യ ഭർത്താവിനെ, അങ്ങനെ എന്തോ ഒരു ഇൻസിഡൻ്റാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് അവരൊന്ന് അവതരിപ്പിച്ച് ഒന്ന് റിഹേഴ്സലൊക്കെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ അച്യുതൻ വെളിയിൽ നിൽക്കുകയാണ്, കതവൊക്കെ അടച്ചു. അപ്പോൾ അച്യുതൻ ഒരു കുടിയനെ പോലെ വന്ന് ഇങ്ങനെ കുടിക്കുമ്പം അയൽവക്കത്ത് കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും പിടിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ അച്യുതൻ നിന്ന് ആടുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, ശരിക്കും അച്യുതൻ മദ്യപിച്ചിട്ടാണ് വന്നിക്കണേന്ന്. അങ്ങനെ അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അവരിരുന്ന് ചിരിക്കാൻ കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് എരി കേൾപ്പിക്കാനും കൂടെ ആയിട്ട് അച്യുതൻ കണ്ടു അവർ ഒളിച്ചു നിന്ന് നോക്കണത് അയൽവക്കക്കാർ. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ട്, നീ എന്താടാ ഇവിടെ നിന്ന് നോക്കണം, വേണമെങ്കിൽ നിൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് മദ്യപിച്ച് നിൽക്കുന്ന ഒരാളെ പോലെ അച്യുതൻ വിരട്ടി ഓടിക്കോട്ടോ അവരെ. അപ്പം അംബിക അച്യുതനും കൂടെ അത് കണ്ടിട്ട് അവരൊന്ന് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ഭൂമി സൗഭാഗ്യപുരത്തോട്ട് വരെയാണ്. അവിടുത്തെ മുത്തശ്ശീനെയും സംഗീത ആൻറ്റീനെയും ഒക്കെ ക്ഷണിക്കണമല്ലോ. അങ്ങനെ അവിടെ സൗഭാഗ്യപുരം കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ മാധവൻ ഏതോ ബിസിനസ്സിൻ്റെ റബ്ബറിൻ്റെ വിലയൊക്കെ കുറവായതുകൊണ്ട് ഒരു 10-25 സെൻറ്റ് റബ്ബർ ആ തോട്ടം അങ്ങ് കൊടുത്തിട്ട്, ഏക്കർ കൊടുത്തിട്ട് കുറച്ച് ഗോൾഡ് അങ്ങ് മേടിച്ച് വെച്ചാലോ. അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാണ്, നല്ല ബുദ്ധിയാണ്, ഒരു കാര്യം ആ ടയർ ഫാക്ടറിയും കൂടെ അങ്ങ് വിറ്റേക്ക്, എന്നിട്ട് അതിന് നമുക്ക് ഗോൾഡ് വാങ്ങിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാധവൻ പറയും, എന്നാൽ അത് നല്ല ഐഡിയ, എന്നിട്ട് നീ വീട്ടിൽ ചുമ്മാ ഇരിക്കുമെന്നും പറഞ്ഞ് മുത്തശ്ശി അവസാനം മാധവനെ വഴക്ക് പറയണം കേട്ടോ. അവസാനം അവരിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്തായി ഭവാനി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, അത് കേസായി നടക്കുന്നേ ഉള്ളൂ, വിധി വന്നിട്ടില്ല, കോമ്പൻസേഷൻ കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും അത് കൺഫേം ആയില്ല. അപ്പോൾ എന്തായാലും കേസ് നടക്കട്ടെ, വിധി എന്താ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണ്ടുന്ന പോലെയൊക്കെ ചെയ്യാം എന്ന് സൗഭാഗ്യമ്മ നമ്മുടെ ഭവാനിയുടെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമി വരുന്നത്. ഭൂമിയെ കണ്ടതും നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. അപ്പം ഭൂമി കയറി വന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് നിൻ്റെയും കൂടെ തറവാടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഭവാനി മനസ്സിൽ ആലോചിക്കണേ, ഇവൾ ഈ കയറി ഇറങ്ങി വരുന്നത് അത്ര നല്ലതിനല്ല, ഇന്നിപ്പോൾ ഈ വന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ എന്നുള്ള രീതിയിൽ ഭവാനി ഇങ്ങനെ മനസ്സിൽ പിറുപിറുക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി ചോദിക്കും, മോള് കയറി വാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ടീ ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി വിശേഷങ്ങളൊക്കെ പറയണ ഉണ്ട്. മുത്തശ്ശിയോടും എല്ലാവരോടും കൂടെ പറയും, നാളെ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും, മുത്തശ്ശിയും ഇവിടെയുള്ള എല്ലാവരും വരണം, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ പറയണം. അപ്പോൾ മുത്തശ്ശി പറയും, തീർച്ചയായിട്ടും വരും. അപ്പോൾ എന്ത് പരിപാടിയാണ്, അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണെന്ന് പറയും. അപ്പം മാധവിയുടെ മനസ്സിൽ പെട്ടെന്നൊരിത്, അച്ഛന് വേണ്ടിയിട്ടുള്ളയോ, അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് പരിപാടിയാണ്, ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പോൾ എവള് അഭിരാമിയാണെന്ന് എങ്ങാനും പറഞ്ഞ് സത്യേനെ മകളെ ഏൽപ്പിക്കാനുള്ള വല്ല പരിപാടിയാണോ, എന്താണെങ്കിലും അതത്ര നല്ലതിനല്ല എന്നൊക്കെ ഭവാനി ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമി ഭവാനീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഭവാനി നീ ഭൂമിയോടൊന്നും മിണ്ടാത്തെ, ഇല്ല എന്തൊക്കെയുണ്ട് ഭൂമി വിശേഷമെന്ന് പതുക്കെ ഭവാനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നാളത്തെ പരിപാടിക്ക് വരാൻ നോക്കാം എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ മുത്തശ്ശി
മുത്തശ്ശി ഭൂമിയോട് പറയും, സത്യേനെ ഒന്ന് വിളിച്ചേക്കേട്ടോ, നീയെന്ന് വെച്ചാൽ മരിക്കും, അവൻ്റെ മോളാ നീയെന്നും പറഞ്ഞാൽ നടക്കണത്. എനിക്കറിയാം മുത്തശ്ശി, സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭൂമി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ മുത്തശ്ശി പറയും, പോവാനോ, ഇവിടെ വന്നേ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ പിടിച്ച് ഭൂമിയെ ഇരുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വിടുകയാണ്. അതിനുശേഷം ഭൂമി നേരെ പോകുന്നത് സത്യദാസ് സാറിൻ്റെ അടുത്താണ്. അവിടെ ചെല്ലുമ്പോൾ സത്യ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതും ഭൂമി പറയും, കഴിക്കുക, കുറവൊന്നും വരുത്തണ്ട. ചില മദ്യപാനികൾ പറയാറുണ്ട്, ചില സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഭാര്യയുടെ മക്കളുടെ വിയോഗം അല്ലെങ്കിൽ ഇന്ന വിയോഗം കാരണത്ത, അതുപോലെ ഇതും ആവട്ടെ, എന്തായാലും ഭാര്യയും മോളും വരുമ്പോഴത്തേക്ക് കരൾ രോഗം വല്ലതും പിടിച്ചിട്ട് അച്ഛൻ്റെ കാറ്റ് പോകും, അതിലേക്കുള്ള വഴിയാണ് ഇത്. അപ്പോഴേക്കും സത്യ ഒന്നും മിണ്ടൂലേട്ടെ, കാരണം ഭൂമി വരട്ടെയാണല്ലോ. എന്നിട്ട് ഭൂമി വന്ന കാര്യമൊക്കെ പറയണം, അതെ ഈ കുടിയൊക്കെ ഒന്ന് നിർത്തണം, നാളെ ഒരു പ്രത്യേക പരിപാടി അച്ഛന് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്, സാറ് വരണം, ഞാൻ തറവാട്ടിലൊക്കെ പോയിട്ട് മുത്തശ്ശീനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ സാറും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ക്ഷണിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അംബിക 1-2 പ്രാവശ്യമായിട്ട് നമ്മുടെ അച്യുതൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ചയോട്ടൻ പറഞ്ഞല്ലോ ഭൂമി ഏതോ വലിയ വീട്ടിലാണ്, ആ സൗഭാഗ്യപുരത്തെ വീട്ടിലെ കുട്ടിയാണോ ഭൂമി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ നമ്മുടെ ഭൂമിയുടെ മുഖത്ത്, അല്ല ഭൂമിയല്ല അംബികയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ്, നിനക്ക് ഇനിയിപ്പോൾ ഇത്രയും ആയില്ലേ അംബികയെ, നാളെ ഒരു ദിവസം, ഇന്നൊരു രാത്രി ഇരുട്ടി വെളുക്കുന്നവരെയുള്ള കേസല്ലേ ഉള്ളൂ, നാളെയും കൂടെ നിനക്ക് ക്ഷമിച്ചാൽ പോരെ. എന്നാലും അംബികയ്ക്കൊരു വല്ലാത്ത വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഭൂമി ഇനി നാളെ മുതൽ നമ്മുടെ വീട്ടിലില്ല എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് രണ്ടുപേരും, അച്യുതൻ പിന്നെ, കാരണം അച്യുതൻ്റെ മനസ്സിൽ വേറെയും ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. കാരണം തനിക്ക് ഈ ഒരു അസുഖമായിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തൻ്റെ മോളുടെ ഭാവി, കാരണം ഭവാനി അടങ്ങിയിരിക്കില്ല, ഭവാനി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവാനി ആളെ വിട്ടിട്ടാണെങ്കിലും അഭിരാമിയെ കൊല്ലാനുള്ള, ഭൂമിയെ കൊല്ലാനുള്ള തന്ത്രപ്പാടുകൾ ചെയ്യും എന്നുള്ളത് അച്യുതന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സുരക്ഷിതമായ ആ കൈകളിൽ അച്യുതൻ ഭൂമിയെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ തൻ്റെ കാലം കഴിഞ്ഞാലും അംബികയെ അവൾ നോക്കും എന്നുള്ള കാര്യം ഭൂമി നോക്കും, ഭൂമി ഒരിക്കലും അമ്മയെ കൈവിടില്ല എന്ന കാര്യം നമ്മുടെ അച്യുതന് നല്ല ഉറപ്പാണ്. അപ്പം ആ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് തന്നെയാണ് അച്യുതൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നാളെ വരുന്നത് ഈ ഫംഗ്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ. നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്വിസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. അത് നാളെ അല്ലെങ്കിൽ നാളത്തെ കൊണ്ടൊക്കെ ആയിട്ട് കാണിച്ചു, മിക്കവാറും 2 എപ്പിസോഡിൽ അപ്പുറം പോകില്ല, മിക്കവാറും നാളെ തന്നെ വരും. അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാജഡിയാണ് ഇവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ഭൂമിക്ക് എന്നേക്കുമായിട്ട് തൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്ന ചില സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കായി കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണം കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനായിട്ട് മറന്നു പോകില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചാനലിൽ കൃത്യം 7 മണിക്ക് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടത്തെ നാളത്തെ വിശേഷം ഇന്നിടുന്നുണ്ട്. അപ്പോൾ ഈ 2 സീരിയലും നന്നായിട്ട് നിങ്ങളെല്ലാവരും ഫുള്ളായിട്ടൊന്ന് കേട്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. ഈ 2 സീരിയലിനും വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കുറവാണ്, എങ്കിലും സാരമില്ല, പതിയെ പതിയെ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.